ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജിലേക്ക് പോകാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ പ്രൊജക്റ്റിൻ്റെ ലൈഫ് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുവാണ്, ആവറേജ് ആനുവൽ പ്രോഫിറ്റ്. സോ ഗൈസ്, വെൽക്കം ടു എൻട്രി എലിവേറ്റ് ICCA. നമ്മൾ ഇന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ടോപ്പിക് തന്നെ ബേസിക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ തന്നെയാണ് നോക്കുന്നത്, ICCA ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പേപ്പറിലെ. അതിൽ തന്നെ നമ്മൾ ROC എന്ന് പറഞ്ഞൊരു സബ് ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇതാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ROC എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒന്നുമില്ല, കമ്പനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അതിന് എത്രമാത്രം അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ബാങ്കിൽ പോയി ഒരു FD ഇട്ടെന്ന് വിചാരിക്കുക, നമുക്കൊരു $200 ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു $1000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെ എന്താക്കണം, ഒരു പെർസെൻറ്റേജിലാക്കണം. നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ആ റിട്ടേൺ ഒരു പെർസെൻറ്റേജിലാക്കണം. $1000 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്, റിട്ടേൺ കിട്ടിയത് $200 ആണ്. സോ ഇതൊരു പെർസെൻറ്റേജിലാക്കുമ്പോൾ എങ്ങനെയായിരിക്കും, 200 ഡിവൈഡഡ് ബൈ 1000 എത്ര, 20%. ഇതാണ് ആക്ച്വലി നിങ്ങളുടെ ഇതിനാണ് ആക്ച്വലി ബേസിക്കലി നമ്മൾ പറയുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന്. നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ചെയ്ത് നമുക്ക് എത്ര റിട്ടേൺ കിട്ടി അതിനെ നമ്മൾ ജസ്റ്റ് ഒരു പെർസെൻറ്റേജ് ആക്കും. അതിനാണ് ആക്ച്വലി എന്ത് പറയുന്നത്, ROC, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളുടെ ആ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് ആക്ച്വലി ROC എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്കതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, അതിനാണ് എന്ത് പറയുന്നത്, ROC എന്ന് പറയുന്നത്. ജസ്റ്റ് അതിനെ നമ്മൾ എന്താക്കും, ഒരു പെർസെൻറ്റേജിലാക്കും. സോ ഇതും ആക്ച്വലി എന്താണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസലിൻ്റെ മെത്തേഡ് തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസലിൽ നമ്മൾ ആദ്യമേ ഒരു മെത്തേഡ് പഠിച്ചില്ലേ, പേ ബാക്ക് പീരീഡ്. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസലിൻ്റെ മെത്തേഡാണ്. മീൻസ് കമ്പനി ഈ ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യണോ വേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു മെത്തേഡാണ് ROC എന്ന് പറയുന്നത്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. സോ ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഇൻട്രൊഡക്ഷൻ. നമുക്കിനി എന്ത് ചെയ്യാം, ROC എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നുകൂടെ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ROCയുടെ ഇക്വേഷൻ വരുന്നത്. ROCക്ക് നമുക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, ARR എന്ന് പറയും. ROCയുടെ വേറൊരു പേരാണ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചോദിക്കും, ചിലപ്പം ROC എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, കാൽക്കുലേറ്റ് ദ ROC. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താവും, കാൽക്കുലേറ്റ് ദ ARR, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. ഈ രണ്ട് രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പം ARR എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആകരുത്, ഇതെന്താണെന്ന് വെച്ച് കൺഫ്യൂസ്ഡ് ആകരുത്. ARR എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ROCയുടെ വേറൊരു പേരാണ്. സോ നമുക്ക് എന്ത് നോക്കാം, ഇതിൻ്റെ ഇക്വേഷൻസ് നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ ROCE ഈക്വൽ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ 100. ഇതാണ് ROCയുടെ ഫസ്റ്റ് ഇക്വേഷൻ. മീൻസ് ROCയുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ROCE ബേസ്ഡ് ഓൺ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഇക്വേഷനാണ്. മീൻസ് ROCE ബേസ്ഡ് ഓൺ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ്. ഇനീഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ചെയ്ത് ROCE കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അടുത്തൊരു ഇക്വേഷനാണത് ROCE ബേസ്ഡ് ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് രണ്ട് രീതിയിൽ ROCE ചോദിക്കും. ROCE ബേസ്ഡ് ഓൺ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും ചോദിക്കും, ROCE ബേസ്ഡ് ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റും ചോദിക്കും. സോ ROCE ബേസ്ഡ് ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിച്ചാലുള്ള ഇക്വേഷനാണിത്. ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ന്യൂമറേറ്റർ സെയിം തന്നെ, ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത്. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നേരത്തെ എടുത്ത ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ എന്താണ് എടുക്കേണ്ടത്, ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത്. അപ്പം ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വേഷൻ ആണത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. അതാണ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, സോ നമുക്കിനി എന്ത് ചെയ്യാം, പതിയെ ഇതിൻ്റെ എന്ത് ചെയ്യാം, കാൽക്കുലേഷൻസിലേക്ക് പോകാം. അതിന് മുന്നേ ഇക്വേഷൻ ഒന്നുകൂടെ പറയുകയാണ്. ROCE ബേസ്ഡ് ഓൺ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, ROCE ബേസ്ഡ് ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. ROCE ബേസ്ഡ് ഓൺ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ROCE ബേസ്ഡ് ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വേഷൻ ആണത് ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ആവറേജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് വരുന്നത്. ഇതെല്ലാം പക്കയാക്കി വയ്ക്കുക. നമുക്കിനി എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ നമുക്കിനി ROCയുടെ ബാക്കി കാൽക്കുലേഷൻസ് കാര്യങ്ങളും നോക്കാം. അപ്പോൾ ROCE ബേസ്ഡ് ഓൺ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ROCE ബേസ്ഡ് ഓൺ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രോജക്റ്റ് ഇൻവോൾവ്സ് ദ ഇമ്മീഡിയറ്റ് പർച്ചേസ് ഓഫ് ആൻ ഐറ്റം ഓഫ് പ്ലാൻ കോസ്റ്റിംഗ് $110,000. മീൻസ് ഇവിടുത്തെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും എത്ര, $110,000. It would generate profit of
$24,400 ഫോർ 5 years സ്റ്റാർട്ടിങ് ഇൻ ഇയർ 1. അപ്പോൾ ഇവിടുത്തെ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആയിരിക്കും എത്ര? $24,400. ഇവിടെ നമ്മൾ ആവറേജ് ആയിട്ട് എടുത്ത് എക്സ്ട്രാ കാൽക്കുലേറ്റ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ഇയേഴ്സും എന്താണ് 24,400 തന്നെയാണ്. സോ എക്സ്ട്രാ ഇനി എന്ത് ചെയ്യേണ്ട? ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. 24,400 തന്നെയായിരിക്കും ആവറേജ് വരുന്നത്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 24,400 ഡിവൈഡ് ബൈ എത്ര? 1,10,000. അപ്പോൾ 24,400 ഡിവൈഡ് ബൈ എത്ര? 1,10,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 22% അടുത്ത് കിട്ടും. അതായിരിക്കും എന്ത്? നമ്മുടെ ഇവിടുത്തെ ROCE വരുന്നത്. ROCE റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ചെയ്താണ് എന്ത് ചെയ്തത്? ROCE കാൽക്കുലേറ്റ് ചെയ്തത് അല്ലേ? സോ ഇനി നമുക്ക് എന്തും കൂടെ നോക്കാം. ROCE ബേസ്ഡ് ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. അപ്പോൾ ROCE ബേസ്ഡ് ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ? ഇക്വേഷൻ എന്തായിരുന്നു? ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വേഷൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ബൈ 2 അല്ലേ? സോ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് എത്ര? നമുക്ക് 24,400 തന്നെ. 24,400 തന്നെയാണ് എന്ത്? ഇവിടുത്തെ ആവറേജ് ആനുവൽ പ്രോഫിറ്റ്. ഇനി എന്ത് വേണം? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ വേണ്ടേ? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വേഷൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2. ഇവിടുത്തെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിം തന്നെ 1,10,000 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ എത്ര? ദ പ്ലാൻ പർച്ചേസ് വുഡ് ഹാവ് എ സ്ക്രാപ്പ് വാല്യൂ ഓഫ് $10,000. അപ്പോൾ 10,000 ഡിവൈഡ് ബൈ 2. അപ്പോൾ നമ്മുടെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര കിട്ടും? നമുക്ക് 60,000 ആയിരിക്കും ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ നമ്മുടെ 24,400 ആണ് നമ്മുടെ എന്ത്? ആവറേജ് ആനുവൽ പ്രോഫിറ്റ്. 60,000 ആണ് നമ്മുടെ എന്ത്? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ? സോ 24,400 ഡിവൈഡഡ് ബൈ 60,000 എന്ത് കിട്ടും? നമുക്ക് ഇവിടുത്തെ ROCE കിട്ടും എത്ര? ഓൾമോസ്റ്റ് ഒരു 41%. അതായിരിക്കും ഇവിടുത്തെ എന്ത്? ROCE വരുന്നത് 41%. സോ ഇതാണ് നമ്മുടെ എന്ത്? ROCE ബേസ്ഡ് ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇപ്പോൾ നമുക്ക് ROCE ബേസ്ഡ് ഓൺ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേഷൻ അറിയാം. ROCE ബേസ്ഡ് ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാൽക്കുലേഷൻ അറിയാം. ഇനി നമുക്ക് കുറച്ച് തിയറീസ് ആയിട്ട് നോക്കാം. മീൻസ് നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ പേ ബാക്കിൽ പറഞ്ഞ പോലെ തന്നെ സിമ്പിളാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിംപ്ലിസിറ്റിയാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇത് ലിങ്ക്സ് വിത്ത് അതർ അക്കൗണ്ടിങ് മെഷേഴ്സ്. മീൻസ് നമ്മുടെ അക്കൗണ്ടിങ് മെഷേഴ്സ് ഇല്ലേ, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റാണ്, ആവറേജ് ആനുവൽ പ്രോഫിറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഈ ഒരു ROCE നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി അക്കൗണ്ടിങ് മെഷേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ FRലൊക്കെ പഠിച്ചിട്ടില്ലേ? നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, അതുപോലത്തെ അക്കൗണ്ടിങ് മെഷേഴ്സുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് ROCEയുടെ. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജിലേക്ക് പോകാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ പ്രോജക്റ്റിൻ്റെ ലൈഫ് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുവാണ്? ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ ചെയ്യുന്നുള്ളൂ. അല്ലാതെ പ്രോജക്റ്റിൻ്റെ ലൈഫ്, പേ ബാക്ക് പീരീഡ് പോലെ ലൈഫ് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ നോ അക്കൗണ്ട് ഇസ് ടേക്കൺ ഓഫ് ദ ടൈമിംഗ് ഓഫ് ദ ക്യാഷ് ഫ്ലോസ്. പേ ബാക്ക് പീരീഡിലും പറഞ്ഞൊരു ഡിസഡ്വാൻറ്റേജ് ആണിത്. നമ്മളിവിടെ ടൈമിംഗ് ഓഫ് ദ ക്യാഷ് ഫ്ലോസും കൺസിഡർ ചെയ്യുന്നില്ല. ടൈം വാല്യൂ ഓഫ് മണി അതുപോലത്തെ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ടൈം വാല്യൂ ഓഫ് മണിയൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിൽ നോക്കാം. പിന്നെ ഇറ്റ് വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ അക്കൗണ്ടിങ് പോളിസീസ്. അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്രീസിയേഷൻ്റെ ഒക്കെ പോളിസീസ് ഇല്ലേ, അതൊക്കെയാണ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നത്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. നമ്മുടെ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് യൂസ് ചെയ്യുന്ന കമ്പനീസിൻ്റെ പ്രോഫിറ്റ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. സോ അവരുടെ ROCEയും എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. സോ അതാണ് പറയുന്നത്, ഓരോ അക്കൗണ്ടിങ് പോളിസീസ് അനുസരിച്ച് ROCE എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ ഇറ്റ് മേ ഇഗ്നോർ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ ചാപ്റ്റേഴ്സിലൊക്കെ നോക്കിയാണ്, നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഡയറക്റ്റ്ലി ആരെ എടുക്കുവാണ്? പ്രോഫിറ്റിനെ എടുക്കുവാണ്. പിന്നെ ഇറ്റ് ഡസ് നോട്ട് മെഷർ ആബ്സല്യൂട്ട് ഗെയിൻ. ആബ്സല്യൂട്ട് ഗെയിൻ എന്ന് വെച്ചാൽ ഇതൊരു ഡോളർ വാല്യൂ അല്ല. ഇത് ആബ്സല്യൂട്ട് ഗെയിൻ എന്ന് വെച്ചാൽ എന്താ? ഡോളർ വാല്യൂ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സിനാണ് പറയുന്നത്. മീൻസ് $10,000 നമ്മുടെ NPV എന്ന് പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സിലൊക്കെ നമ്മൾ ഡോളർ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡോളർ വാല്യൂ ഒന്നും ഇവിടെ എടുക്കുന്നില്ല. ഇത് ജസ്റ്റ് എന്താണ്? പെർസെൻറ്റേജ് ആണ്. ROCE 15%, 40% എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിലാണ് കിട്ടുന്നത്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ദർ ഇസ് നോ ഡെഫിനറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സിഗ്നൽ. പേ ബാക്ക് പീരീഡിൽ പറഞ്ഞ പോലെ ഡെഫിനറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സിഗ്നലൊന്നുമില്ല. നമ്മുടെ ROCE ഒരു 15% ആണ്. ചിലപ്പോൾ മാനേജേഴ്സിന് ഇഷ്ടപ്പെടും 15% ഓക്കെ ആണെന്ന് പറയാം, അവരെന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും.
അപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇല്ല. ROC ഒരു 50% ആണ് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു കറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സിഗ്നൽ ഇവിടെ ROC എന്ത് ചെയ്യത്തില്ല, പ്രൊവൈഡ് ചെയ്യത്തില്ല. സോ ഇതൊക്കെയാണ് ROCയുടെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. ഇന്നിപ്പോൾ ആക്ച്വലി നമ്മൾ എന്തൊക്കെയാണ് നോക്കിയേ, നമ്മൾ ROC എന്താണെന്ന് നോക്കി, ഇൻട്രൊഡക്ഷൻ, ROCയുടെ 2 ടൈപ്പ് കാൽക്കുലേഷൻസ് നോക്കി, ROCയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കി. സോ ഇന്നത്തേക്ക് നമുക്ക് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ പഠിപ്പിച്ച ടോപ്പിക്സ് ഒക്കെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മുടെ മെൻറ്റേഴ്സ് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.